നമുക്ക് ആ ദൃശ്യങ്ങളിലേക്കൊന്ന് പോകാം. ശ്രീജിത്ത് അവിടെയുണ്ട്. ശ്രീജിത്ത്, ഈ കുഞ്ഞിന്റെ സഹോദരങ്ങൾ ഇപ്പോഴും അതേ അവസ്ഥയിൽ അതേ തുറസായ സ്ഥലത്ത് തന്നെയാണോ ഉള്ളത്? അരുൺ, കുട്ടിയുടെ ഒരു സഹോദരൻ മാത്രമേ ഉള്ളൂ. ബേട്ടാ, ഒരു സഹോദരൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി ഈ അമർദീപിൻ്റെ അച്ഛനും അമ്മയും ഇവിടെയുണ്ട്. അവർ രാത്രി ഉറക്കത്തിനുള്ള തയ്യാറെടുപ്പുകൾ എല്ലാം നടത്തി കഴിഞ്ഞു. അവർ ഉറങ്ങാൻ പോകുന്നു. ബാക്കിയുള്ളത് അമർദീപിൻ്റെ ബന്ധുക്കളാണ് ഉള്ളത്, ബന്ധത്തിലുള്ളവരാണ്. ഇത് അവരുടെ കുട്ടികളാണ്. ഇത് അമർദീപിൻ്റെയും റബീനയുടെയും കുട്ടികളല്ല. അമർദീപിൻ്റെയും റബീനയുടെയും കുട്ടിയായിട്ടുള്ള ഒരാൾ മാത്രമേ ഉള്ളൂ. ഇതാണ് അദ്ദേഹം ഇപ്പോൾ ബൂസ്റ്റിൻ്റെ സാക്ഷിയൊക്കെ കഴിക്കുകയാണ്. ഗുസ്വാഗാനാ खुश है ना? ओ बेटी का मिला है ना? बाप किधर है ना? अस्पताल में है? हाँ, आपका पूरा धन्यवाद. ഓ താങ്ക് യു. അതാണ് പറയുന്നത്. എല്ലാവർക്കും നന്ദി പറയുകയാണ്. ഈ കൊച്ചുമോൻ മാത്രമേ ഇവിടെ ഉള്ളൂ. ബാക്കി എല്ലാവരും ബന്ധുക്കളാണ്. അമർദീപിന്റെ അമ്മയും അച്ഛനും ഇന്നലെ രാത്രി ഉണ്ടായിരുന്നവരാണ്. അവർ തിരിച്ച് ഇവിടെ വന്ന് രാത്രി ഉറങ്ങാനുള്ള തയ്യാറെടുപ്പാണ്. കുഞ്ഞിനും ഏകദേശം 1.5 വയസ്സ് 2 വയസ്സ് പ്രായം മാത്രമേ ഉള്ളൂ അല്ലേ? അതും ഒരു പെൺകുഞ്ഞാണ്. ഒന്നിലധികം കുട്ടികൾ. അതെ, അവരും ഇതുപോലെ രാത്രി തെരുവുകളിലാണ് കഴിയുന്നത്. അതെ, അവരും ഈ തെരുവുകളിലാണ് രാത്രി ഉറങ്ങുന്നത്. അവർ ഈ സംഘത്തിൽ മൊത്തം അരുൺ രാത്രി മൊത്തം ഇവർ 24 പേരുണ്ട്. അവർ 3 സ്ഥലങ്ങളിലായിട്ടാണ് ഈ കഴിയുന്നത്. ഓരോ സ്ഥലത്തു നിന്ന് ഈ ജോലി, ഈ തേനീച്ചക്കൂട് എടുക്കുന്ന ജോലി ഏറ്റെടുത്ത് 3 സംഘങ്ങളായി പിരിഞ്ഞ് ജോലി ചെയ്യുന്നവരാണ്. അവരിൽ ഈ അമർദീപും അച്ഛനും അമ്മയും ഭാര്യയും 4 മക്കളുമാണ് ഇവിടെ കഴിഞ്ഞിരുന്നത്. മൊത്തം 7 ആളുകൾ ഇവിടെയുണ്ട്. അവരെല്ലാവരും ഇവിടെയുണ്ട്. ബാക്കിയുള്ളവരൊക്കെ ഇവരുടെ ബന്ധുക്കളായ ആളുകളാണ്. ഇത് അമർദീപിൻ്റെ ബ്രദറാണ്. कैसा भाई? सब ठीक है सर. धन्यवाद देते हैं पुलिस को, पब्लिक को, यहाँ को, केरला को. बहुत अच्छा हमको लगा. वो आदमी हमारा छोटा बेबी गुम हो गया था, उसको जंगल से खोज कर हमको दे दिया. उसको धन्यवाद देते हैं. पुलिस को भी धन्यवाद, यहाँ को पब्लिक को धन्यवाद देते हैं. हमको बहुत पसंद है केरला का आदमी. थैंक यू. ഇവർ ഈ ബന്ധുക്കളാണ് ഇവിടെ ഉള്ളത്. ബാക്കി ഒരു മകൻ മാത്രമാണ്. ഈ അമർദീപിൻ്റെ രബീന ദമ്പതികളുടെ ഒരു മകൻ മാത്രമേ ഉള്ളൂ. ആ മകൻ ഇവിടെയുണ്ട്. ആ മോനെയാണ് നമ്മൾ അല്പം മുമ്പ് കണ്ടത്. ഇവരിപ്പോഴും ഈ രാത്രി ഇവിടെ തന്നെയാണ് കഴിയുന്നത് എന്നതാണ് ഒരു ദുഃഖകരമായ വസ്തുത. ഇവർ ഇത്തരം ഒരു ജീവിതമാണ് ഇവർ നയിക്കുന്നത്. അതുകൊണ്ട് അവർ ആ ഒരു മേഖല ചിലപ്പോൾ അങ്ങനെ ഒരു താമസത്തിൽ കംഫർട്ടബിൾ ആയിരിക്കാം. എന്നാൽ ഇത്തരമൊരു ദുഃഖകരമായ സംഭവം ഉണ്ടായ പശ്ചാത്തലത്തിൽ ഇവരെ രാത്രി ഇവിടെ തന്നെ കഴിയാൻ വിടുന്നത് നല്ലതാണോ എന്നുള്ള ചിന്തയും എല്ലാവർക്കുമുണ്ട്. നിലവിൽ അവിടെ മറ്റ് പോലീസ് സംവിധാനങ്ങളൊന്നും ഇല്ലല്ലോ അല്ലേ ശ്രീജിത്ത്? നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല. ഇവർക്ക് ഭക്ഷണം അവർ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. കുറച്ച് നേരം മുമ്പ് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഉള്ളത്. ഇനിയും ഭക്ഷണത്തിനുള്ള പരിപാടികളൊന്നും ഇല്ല എന്ന് ഈ അമർദീപിൻ്റെ അമ്മ നേരത്തെ നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഭക്ഷണം പുറത്തുനിന്ന് വാങ്ങി ഇവർ നല്ല ഭക്ഷണവും നല്ല നല്ല ഭക്ഷണവും നല്ല സാധനങ്ങളൊക്കെ വാങ്ങി കഴിക്കുന്നവരാണ്. കാരണം ഇവർ ചെയ്യുന്ന ജോലി ഒരല്പം റിസ്ക് ആയതുകൊണ്ട് നല്ല ശമ്പളം കിട്ടുന്ന ജോലിയാണ്. ഈ ഉയർന്ന ഫ്ലാറ്റുകളിലും വലിയ ബിൽഡിങ്ങുകളിലൊക്കെ ഉള്ള പറ്റിപ്പിടിച്ചിരിക്കുന്ന തേനീച്ചക്കൂടി ഇളക്കി ഈ അവിടുത്തെ ഫ്ലാറ്റ് വാസികളെ മറ്റും ഭീതിയിൽ നിന്ന് രക്ഷിക്കുന്ന ജോലിയായതുകൊണ്ട് നല്ല പൈസ, അവർ ചോദിക്കുന്ന പൈസ അതിന് കിട്ടും. ഒപ്പം തന്നെ ഈ തേൻ വിറ്റുള്ള പൈസയും അവർക്ക് കിട്ടും. അങ്ങനെയാണ് ഇവർ കഴിയുന്നത്. അതുകൊണ്ട് സാമാന്യം നന്നായി ഭക്ഷണമൊക്കെ വാങ്ങി കഴിക്കുന്ന ആളുകളാണെന്നാണ് ഇപ്പോൾ അടുത്തുള്ള ആളുകൾ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ സംഭവം. അവരുടെ ഒരു ജീവിത രീതി അങ്ങനെയാണ്. വീണ്ടും അതേ അരക്ഷിതാവസ്ഥയിൽ ഇപ്പോൾ ഇന്നലെ മേരി ആണെങ്കിൽ മറ്റുള്ള കുഞ്ഞുങ്ങളെല്ലാം കഴിയുന്നൊരു അവസ്ഥയുണ്ട്. നാടോടി സംഘത്തിന്റെ ജീവിത രീതി അങ്ങനെയാണ്.